ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്റ്റൈല് സാമ്പാറാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ട് എങ്ങനെ നല്ല ചാറുള്ള ഒരു സദ്യ സ്റ്റൈല് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ചോറിന്റെ കൂടെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. 10 പേർക്കോളം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് കേട്ടോ നെടുകെ കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു പരിപ്പിലിട്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി മുളക് ഇടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരല്പം മുളക് കൂടുതൽ നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ 2 കഷ്ണങ്ങളാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട കായമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പൊടി കിട്ടും, പക്ഷെ പൊടി എനിക്ക് അത്ര ഓക്കെ അല്ല, അതുകൊണ്ട് സ്മെല്ലാണെങ്കിലും അത്രയ്ക്ക് അങ്ങ് കിട്ടത്തില്ല. അതുകൊണ്ട് കായത്തിൻ്റെ കട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളും കട്ട തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളി ഞാനൊരു അരമണിക്കൂർ മുമ്പ് തന്നെ ഒരു കട്ട എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഞെവിടി പിഴിഞ്ഞ് ആ പുളിവെള്ളം ഒരു കപ്പ് ഞാൻ അതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുവാണേ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പുളിവെള്ളത്തിൻ്റെ അതേ സെയിം അളവിൽ തന്നെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫിസിലടുപ്പിച്ചെടുക്കാം. ഒരു 3 to 4 ഫിസിൽ നമുക്ക് ഇതിനൊന്ന് അടുപ്പിച്ചെടുക്കണം. പരിപ്പ് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞും പോകാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. 10-15 മിനിറ്റുള്ളിൽ കുക്കറൊക്കെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുക്കറിൻ്റെ പ്രഷറൊക്കെ കുത്തി കളഞ്ഞിട്ട് വേണം തുറക്കാൻ കേട്ടോ. ഇടിപിടിയൊന്നും ആരും തുറക്കരുതേ. അതിനുശേഷം ഇളക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഉടച്ച് നോക്കുവാണ് കേട്ടോ ഉടയുന്ന പരിവാണോ എന്നൊക്കെ. അതിനകത്തേക്ക് ഇനി നമുക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുരിങ്ങക്കോലാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേമ്പാണ് കേട്ടോ. ചേമ്പ് ഒരു 1/2 ചേമ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി ക്യൂബ് കണക്കിനാണ് ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി കഷ്ണമൊന്നും ഞാൻ ഇതിനകത്തേക്ക് വാരിയിടുന്നില്ല കേട്ടോ. ഇനി പച്ചക്കായാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതും ഒരു ക്യൂബ് കണക്കിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഒന്ന് ക്യൂബ് കണക്കിന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ഇവിടെ സവാളയല്ല ഉപയോഗിക്കുന്നത്, ചെറുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 ചെറുള്ളി ഉണ്ടാവും. അതും കൂടി ഒന്ന് ഇതുപോലെ നെടുക കീറിയിട്ടുള്ളൂ, കുരുവൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നെടുക കീറിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിനകത്തിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇനിയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതിപ്പോൾ 1 കപ്പ് ഓക്കെയാണ്. ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഈ വെള്ളവും ഈ കഷ്ണമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് ഓക്കെയാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഒരു 5 to 6 വിസിൽ വരെ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് വിസിലടിപ്പിച്ചെടുക്കണേ കുക്കറിൽ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് സാമ്പാർ പൊടി അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് സാമ്പാർ പൊടി വീട്ടിൽ ഉണ്ടാക്കുവാണ് കേട്ടോ. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് 3/4 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, 3 ടീസ്പൂണ് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലി, പിന്നെ 1 തണ്ട് കറിവേപ്പില, അതുപോലെ 2-3 വറ്റൽമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു തുണ്ട് മതിയാവേ. അതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഞാനൊരു അലോമിനിയം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കടലപ്പരിപ്പാണ് ആദ്യം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഒന്ന് ബ്രൗൺ ആവണം, ഒരുപാട് വേണ്ട കേട്ടോ. കുറച്ചൊന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. അതിനകത്തേക്ക് ഒരു തുണ്ട് കായ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കായം എൻ്റെ ഈ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുവാണേ.
അതുപോലെ ഒന്നും ആവരുത്. നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനകത്തേക്ക് ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുവാണേ. അതും കൂടി ചേർത്തിട്ട് ഇളക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ചേർക്കണം കേട്ടോ. കാരണം പരിപ്പിന് കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെ ചേർക്കണം. ആദ്യം നമ്മൾ ഉരുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കത്തിപ്പോവും. പിന്നെ ഒരു ടേസ്റ്റ് വേറൊരു കരിഞ്ഞ രുചിയായിരിക്കും. ഈ ഒരു രീതി തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. തീ ഒരു സ്ലോ ആക്കി ഇട്ടാൽ മതി കേട്ടോ. സിമ്മിലിട്ടാൽ മതി. ഇനി വറ്റൽമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കണം. ജസ്റ്റ് ആയിട്ടൊന്ന് ബ്ലാക്ക് ആവണം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഈ ഒരു കൂട്ടുണ്ടല്ലോ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉള്ളത്, അതെല്ലാം കൂടി ഒന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കിത് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ടിട്ടുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ കറിവേപ്പില കൊണ്ട് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കറിവേപ്പില ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില കത്തി പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കറിവേപ്പില ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ചെറിയ ജാറിലോട്ട് നമുക്കിതൊന്ന് ആക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 3 to 6 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കൂട്ട് ഒരു കാരണവശാലും നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധനം പോലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി മൊത്തമായിട്ട് സ്പോയിലായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണമൊക്കെ വേവിക്കാൻ വെച്ചിരുന്നില്ലേ, അതൊക്കെ റെഡിയായി അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കുവാണ് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ, ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ നമ്മൾ നോക്കി കൊടുക്കണേ. അപ്പം എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ആവാണ്ടിരിക്കും ഞാനല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ ഈ ഒരു കൂട്ടും കൂടി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു കൂട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സായി കിട്ടണം വെള്ളത്തിൽ. അവിടെ എവിടെയും കട്ട പിടിച്ച് കിടക്കരുത് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഞാൻ ക്യൂബ് കണക്കിനല്ല തക്കാളി അരിഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിരിച്ചൊക്കെയാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 2-3 വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ കടുക് വറുക്കുകയാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയാണ് കേട്ടോ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. സാമ്പാർ തൊട്ടപ്പുറത്ത് അടുപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. അതിനകത്തേക്ക് നമ്മൾ കടുക് വറുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്നിട്ട് മൂടി വയ്ക്കുക. തക്കാളിക്കും വെണ്ടയ്ക്കും ഒന്നും ഒത്തിരി വേവില്ലല്ലോ, പെട്ടെന്നായി കിട്ടും കേട്ടോ. പിന്നെ ആദ്യമേ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്കയിലുള്ള ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് മൊത്തത്തിൽ കറിയിലാവാണ്ടിരിക്കാനാണ് ഈ ലാസ്റ്റ് ടൈമിൽ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒന്ന് പതിയെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരം കുത്തി ഇളക്കി കൊടുക്കരുത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഒരു നല്ലൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് കേട്ടോ. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ ഇത്. ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കഷ്ണങ്ങളൊന്നുമില്ല, വേറെ എന്തെങ്കിലും കഷ്ണങ്ങളാണുള്ളെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, സാമ്പാർ പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കും കൂടി എന്നെ അറിയിക്കണേ. പച്ചക്കറി ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സാമ്പാർ ഉണ്ടാക്കി കൊടുത്താൽ ആരാ കഴിക്കാത്തേ? അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഓണൊക്കെ വരികയല്ലേ, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.